വേഫാറർ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി റിലീസിനെത്തിയ സിനിമയായിരുന്നു ലോക. പടം ഇപ്പോ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ സക്സസ് ആയി കഴിഞ്ഞു. 200 കോടിക്ക് മുകളിൽ പടം ഇതുവരെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എന്തായാലും അടുത്തടുത്ത ദിവസങ്ങളിൽ മലയാളത്തിലെ ആദ്യ 300 കോടിയും ലോകയിലൂടെ ഓപ്പൺ ആവും. ഈ ലോക സിനിമയെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടുകൾ പറയാനുണ്ട്. ഒരു ചെറിയ സംഭവമൊന്നുമല്ല, വലിയ 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 സംഭവമാണ്. ലോക എന്ന് പറയുന്ന ആ ഒരു വേൾഡ് എത്ര വലുതാണെന്ന് ലോക ചാപ്റ്റർ 1 എന്ന് പറയുന്ന ഈ ഒരു സിനിമ കണ്ടതുകൊണ്ട് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. വരാൻ പോകുന്ന സിനിമകൾ എങ്ങനെയായിരിക്കുമെന്നും ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർ അതിൽ കൊടുത്തിരിക്കുന്നതെന്നും ലോക സിനിമയുടെ ടൈൽ കാർഡ് ആനിമേഷനിലൂടെ തന്നെ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് അവർ തന്നിരുന്നു. അത് നമ്മൾ ഇച്ചിരി വലുതായിട്ട് ഡീകോഡിംഗ് ചെയ്ത് 2 എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ പടം കണ്ടിട്ട് ടൈറ്റിൽ കാർഡ് സ്റ്റോറിയെ പറ്റി അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ, താല്പര്യം മാത്രം നമ്മുടെ വീഡിയോ, അതായത് എക്സ്പ്ലനേഷൻ വീഡിയോ കാണാം. ലിങ്ക് കമന്റിലുണ്ട്. ഈ ലോക എന്ന് പറയുന്ന സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഇവർ 5 ചാപ്റ്ററുകളായാണ് ഡിവിഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോക സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു പടമായിരുന്നു ചാപ്റ്റർ 1 ചന്ദ്ര. കാര്യം, ഒരു ഫീമെയിൽ ലീഡ്, അതും സൂപ്പർ ഹീറോ സബ്ജക്ട്, ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. എന്നാൽ ആ എക്സ്പെരിമെന്റിൽ അവർ പ്രതീക്ഷയിനപ്പുറം ക്ലിക്കായി. ഈ ഒരു 5 ചാപ്റ്ററുകളിലെ ഏറ്റവും പാടുള്ള സാധനം എടുത്ത് ആദ്യം ഇറക്കി അവർ പ്രൂവ് ചെയ്തു. ഇനി എന്തും പോവും, ഇത് ജസ്റ്റ് സാമ്പിൾ, ഫുൾ പടം ഇനി ഇറങ്ങാൻ പോണേ ഉള്ളൂ. ലോക എന്ന വലിയ വേൾഡിലെ ഒരു ചെറിയ സൂപ്പർ ഹീറോ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു ചാപ്റ്റർ 1 നമ്മൾ കണ്ടത്. ഇനി ചാപ്റ്റർ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ലോകയിലൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചന്ദ്രയെ കൂടാതെ 2 സൂപ്പർ ഹീറോസിനെയാണ്. ഒന്ന് ഒടിയൻ, മറ്റൊന്ന് ചാത്തൻ. ലോകയിൽ നമ്മൾ കണ്ട ക്യാമിയോ ഹീറോസിനെ കൂടാതെ ഇനിയും റിവീൽ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് സൂപ്പർ ഹീറോസും ഡീമൻസും ഉണ്ട്. അതിന്റെ ചില ഹിഡൻ ഡീറ്റെയിലിങ്ങും പടത്തിൽ തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ 3 ഹീറോസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ: നീലി, ചാത്തൻ, ഒടിയൻ. ലോകയിൽ ശരിക്കും 10ഓളം സൂപ്പർ ഹീറോസ് വരുന്നുണ്ട്. അതിനേക്കാളും വില്ലന്മാരും വരുന്നുണ്ട്. അതിലെ ഹീറോസിനെ അവർ ഒഫീഷ്യലായി റിവീൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് കല്യാണി പ്രിയദർശൻ. ഐതിഹ്യമാലയിലെ എവർഗ്രീൻ യക്ഷിയായിട്ടുള്ള കല്യാങ്കാട്ട് നീലിയായാണ് കല്യാണി പ്രിയദർശൻ ലോകയിൽ വരുന്നത്. ക്യാരക്ടർ നെയിം ചന്ദ്ര. 2 സണ്ണി വെയിൻ. ഐതിഹ്യമാലയിൽ തന്നെ ഗോഡ്മാൻ എന്ന് പറയാവുന്ന കടമറ്റത്ത് കത്തനാരുടെ വേഷത്തിലാണ് സണ്ണി വെയിൻ ലോകയിൽ വരുന്നത്. ലോകയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നെങ്കിലും വരാൻ പോകുന്ന സിനിമകളിൽ, അതായത് അടുത്ത ചാപ്റ്റേഴ്സിൽ ഇങ്ങനെ കയറി കൊടുത്തു. കാര്യം, ഈ യൂണിവേഴ്സിന്റെ ഒരു കീ തന്നെ കടമറ്റത്ത് കത്തനാരാണ്. 3 ദുൽഖർ സൽമാൻ. കേരളത്തിൽ നിലനിന്നിരുന്ന ഡാർക്ക് മിത്തുകളിൽ ഏറ്റവും മെയിൻ ആണ് ഒടിയൻ. അത്തരത്തിലൊരു ഒടിയനായിട്ടാണ് ദുൽഖർ സൽമാൻ ലോകയിൽ വരുന്നത്. ക്യാരക്ടർ നെയിം ചാർലി. ലാലേട്ടൻ ഒടിയനിൽ ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിലും ഇതിൽ അത് ഉപയോഗിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാര്യം, ഈ ഒടിയന്റെ ഒറിജിൻ അടക്കമുള്ള ടൈം ലൈൻ ഹിസ്റ്ററി ലോകയുടെ ടൈറ്റിൽ കാർഡിൽ തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു മിത്തിനെ ഇവര് ലോകയിലെ പോലെ തന്നെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഓൾറെഡി കഥയിലേക്ക് ഫാന്റസി മണിനാക്കി കൊണ്ടുവന്നത് കൊണ്ട് ഇവിടെ എന്തും പോകും, ഒരു ലിമിറ്റേഷൻ കാണത്തില്ല. 4 മമ്മൂട്ടി, മൂത്തോൻ. യൂണിവേഴ്സ് ഗോഡെന്നോ യൂണിവേഴ്സ് വില്ലനെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പിടിയിട്ടും. അപ്പോ ഈ യൂണിവേഴ്സിൽ മൂത്തോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയാണ് മമ്മൂക്ക എത്തുന്നത്. ഇനിയുള്ള എല്ലാ ഭാഗങ്ങളിലും പുള്ളിയുടെ ഒരു പ്രസൻസ് ഉറപ്പാണ്. 5 ടൊവിനോ തോമസ്. മറ്റുള്ളവരെല്ലാം നെഗറ്റീവ് സ്പിരിറ്റിൽ വന്നപ്പോ ഒരു ഗോഡ് ആയിട്ടാണ് ടൊവിനോ ലോകയിൽ വന്നത്. ചാത്തൻ അഥവാ ഗോബ്ലിൻ. ഈ ചാത്തൻ വൈബ് ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അടുത്ത പാർട്ടുകളിൽ മറ്റെല്ലാരെക്കാളും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പോകുന്നത് ചാത്തനായിരിക്കും. കാര്യം, അതൊരു കെട്ടഴിച്ചുവിട്ട പട്ടമാണ്. ഈ യൂണിവേഴ്സിലെ ഒരു ഡെഡ് പൂൾ വൈബാണ് ചാത്തൻ. ആ ക്യാരക്ടറൈസേഷനെ കൺവിൻസ് ചെയ്തിരിക്കുന്നത് ഒരു കുട്ടിച്ചാത്തനായിട്ടായതുകൊണ്ട് ഈ ലുട്ടാപ്പിയൊക്കെ പോലെ ഭയങ്കര രസമായിരിക്കും. ലോകയിൽ നമ്മൾ കണ്ട ചാത്തൻ അയാളെ പോലെ ഇരിക്കുന്ന 390 പേരിൽ ഒരാൾ മാത്രമാണ്. 390 ചാത്തന്മാരിൽ ലോകയിൽ നമ്മൾ കണ്ട ആ ഒരു ചാത്തനാണ് ഇത്. ക്യാരക്ടർ നെയിം മൈക്കിൾ. പുള്ളി ഒരു കിറുക്കനാണ്. ബാക്കി 389 പേരും പെൻഡിങ്ങിലാണ്. അത് പറയാനായി ചാത്തന്മാര് വരും. ലോക സിനിമയുടെ അടുത്ത പാർട്ട് ലോക ചാപ്റ്റർ 2 ഗോബ്ലിൻ ടൊവിനോ ലീഡ് ചെയ്യും. മൈക്കിൾ അവന്റെ 389 ബ്രദേഴ്സുമായിട്ട് ബോക്സ് ഓഫീസിനെ കത്തിക്കാൻ വരും. ലോക ചാപ്റ്റർ 1 ഇത്രയും വലിയൊരു സക്സസ് ആയ സ്ഥിതിക്ക് ചാപ്റ്റർ 2 അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാവും.